ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഞാൻ എൻ്റെ ഗാഡ്ജറ്റ് കാണിക്കുന്നത്. ഗാഡ്ജറ്റില്ല, ഞാൻ യൂസ് ചെയ്യുന്ന മൊബൈല്, ഹെഡ്സെറ്റ്, വാച്ച് തുടങ്ങിയ സാധന സാമഗ്രികൾ. ഞാൻ എൻ്റെ ഫസ്റ്റ് ഫോൺ തന്നെ തുടങ്ങാം. ഇതെൻ്റെ ഫസ്റ്റ് ഐഫോണാണ് കേട്ടോ. ഇത് 5S അങ്ങനെ എന്തൊക്കെയുണ്ട്. ഇത്തിരി നേരം ചാർജ് ഉണ്ടാകുന്നേ, കുത്തിയിട്ടെന്നാൽ പെട്ടെന്ന് ചാർജ് ഇറങ്ങും, ബാറ്ററി ഇല്ല. ഇത് സിമ്മൊന്നും ഇട്ടാൽ റീഡാവില്ല. അത് സംഭവം നല്ല പഴയ ചാർജറാണ്, കണ്ടില്ലേ. ഇതാണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്തിരുന്ന ഐഫോൺ. കുറേ ഫോൺ യൂസ് ചെയ്തിട്ടൊന്നും കയ്യിലില്ല. അപ്പോൾ ഇതൊന്ന്. പിന്നെ ഞാൻ യൂസ് ചെയ്തൊരു ഫോൺ പറയുകയാണെങ്കിൽ ഇത് സാംസങ്ങിൻ്റെ കോർ M01. ഈ ഫോണ് കുട്ടികൾ കളിക്കെടുത്തിട്ട് എവിടെ തട്ടിപ്പൊട്ടി അവിടെ കിടക്കുന്നുണ്ട്. ആണല്ലേ കുട്ടികൾ കളിക്കാൻ കൊടുത്താണ്. ഒരു കാര്യമൊന്നുമില്ല. ഇതാകെ എന്താ 4GB 2GB അങ്ങനെ റാമുള്ളൂ ഇതിന് തോന്നുന്നു. കറക്റ്റായിട്ട് 1GB റാം കണ്ട, കാണാണ്ടറിയില്ല. എന്താ റാം 1GB. ഇത് ഫ്രണ്ട് ക്യാമറ കേട്ടോ, അതാണ് ചിലപ്പോൾ തിരിഞ്ഞിട്ട് കാണുന്നു. കറക്റ്റ് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. 1GB റാം 16GB മെമ്മറി ഉള്ളൊരു മൊബൈൽ സാംസങ് M0. അങ്ങനെ ഇത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇത്ര മൊബൈലാണ്. ഇത് സാംസങ്ങിൻ്റെ ഇത് പിന്നെ വർക്ക് ചെയ്യും. സാംസങ് ഗാലക്സി A31 ആണ് ഇത്. എപ്പോഴും വർക്കിംഗ് ആണ്. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഇത് ഡിസ്പ്ലേ കിടന്നിട്ട് നേരം കൊടുത്തിരുന്നു, വാങ്ങിയിട്ട് പിന്നെ അങ്ങനെ ഇവിടെ വെച്ചു. ഇതൊന്നും. പിന്നെ നിങ്ങൾക്ക് വേറൊരു ഫോൺ കാണിച്ചു തരാം. ഒരു വെറൈറ്റി ഫോൺ ഉണ്ട്. ഈ ഫോണ് ഞാൻ എൻ്റെ ഒരു പ്രാവശ്യത്തിൻ്റെ ഫോണ് കയ്യിൽ നിന്ന് പോയി. ഫോണ് പോയപ്പോൾ ഞാൻ 1000 രൂപ കൊടുത്ത് വാങ്ങിയൊരു മൊബൈലാണ് ഇത്. സാധനം കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ പിടിച്ചാൽ അറിയില്ല. 2 സിം ഇടാം. പിന്നെ നമുക്കിപ്പോൾ ഇത് എന്താ പറയുക, ഇതാ അതിൻ്റെ പെട്ടിയൊക്കെ ഉണ്ട് കണ്ട. ഇതിനിപ്പോൾ നമ്മൾ സിം ഇടില്ല എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ വലിയ ആൻഡ്രോയിഡ് ഫോണില്ലേ, ആ ഫോൺ ബ്ലൂടൂത്ത് ആയിട്ട് ഇത് കണക്ട് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഫോൺ പോക്കറ്റാണ്. നമുക്ക് ഇതിങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ ചെവിയിൽ വെച്ചാൽ അറിയില്ല. കഴുത്തിൽ തൂക്കിയിട്ടൊരു ടാഗൊക്കെ ഉണ്ട്. അതാണ് അതിൻ്റെ ബോക്സ്. ഇത്രയും FM ഒക്കെ ഉണ്ട് ഇട്ടതില്ലേ. അതിൽ എഴുതിയിരിക്കണ 1199 രൂപയാണ്. 1000 ഉറുപ്പിക്കാണ് ഞാൻ വാങ്ങിയത്. കാരണം ഇപ്പോൾ സാധനം. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നൊരു ഫോണ് നത്തിങ് 2A. ഇത് ഞാൻ ഇപ്പോൾ വാങ്ങിയിട്ട് ഒരു കൊല്ല 1.5 കൊല്ലമായി. അടിപൊളി ഫോണാണ് നത്തിങ്. ഇപ്പം ഇതിന് ഞാൻ വാങ്ങിയപ്പോൾ ഞാൻ ഓഫറിലായിട്ട് ഇത് വാങ്ങിയത് കേട്ടോ. ഒരു കൊല്ലം മുന്നേ ഒരു കൊല്ലം കഴിഞ്ഞ് 1.5 കൊല്ലത്തിന് മീതേ ഞാൻ ഇത് ഓഫറിലാണ് വാങ്ങി. ഞാൻ ഇപ്പോൾ ഈ ഫ്ലിപ്കാർട്ടിൽ നോക്കിയപ്പോൾ ഇതിന് പിന്നെയും പൈസ കൂട്ടിയത് 3000-4000 രൂപയായിട്ട് ഇതിന് കൂടുതലാണ്. അപ്പോൾ ഇതിൽ അത്യാവശ്യം നമുക്ക് എന്താ പറയുക, ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് എടുത്തത്. ഇതിൽ നമുക്ക് ബാക്ക് ക്യാമറയിൽ 4K 30 FPS കിട്ടുന്നുണ്ട്. 4Kയിൽ 30 FPS കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇതെടുത്തത്. പിന്നെ ഇപ്പോൾ ഒക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ മുന്നേ ഫസ്റ്റ് iPhone 40 എടുത്തു. അത് ആരോ അടിച്ചു മാറ്റി കൊണ്ടുപോയി. അത് കഴിഞ്ഞ് പിന്നെ ഒരു 50 എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് എടുത്താണ് ഇത്. ആ ഫോണിലാണ് ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഐഫോണിലാണ്. പിന്നെ എടുത്തതാണ് ഈ ഫോൺ. ഇതിലാണ് ഇപ്പോൾ വീഡിയോ കാര്യങ്ങളൊക്കെ. മറ്റേലും എടുക്കും, നത്തിങ്ങിലും എടുക്കും, പക്ഷേ കൂടുതലിപ്പോൾ ഇതിലാണ്, ഐഫോണിലാണ്. പിന്നെ ഞാൻ കാണിക്കുന്നത് ഇത് നത്തിങ്ങിൻ്റെ നത്തിങ്ങിൻ്റെ ഇല്ലേ എയർപോർട്ട്. ഇത് നിലത്ത് കൊണ്ട് കണ്ട പൊട്ടി സാധനം കിടുകിട്. പക്ഷെ വർക്ക് ചെയ്യപ്പോഴും എന്നിട്ട് അവിടെ ഒട്ടിക്കൊക്കെ ചെയ്തത് സാധനം സൂപ്പറാണ്. CMF നത്തിങ് എന്നൊക്കെ ഇതിൻ്റെ ഉള്ളിൽ എഴുതിയിട്ടുണ്ട്. CMF നത്തിങ് എഴുതിയിട്ടുണ്ട്.
അതാണ് ഞാൻ പരമാവധി യൂസ് ചെയ്യല്. ഇന്നൊന്നും കൂടി വേറെ സാധനം ഇതെനിക്ക് ഗോപ്രോ, ഇത് ഒരു നല്ല സാധനമാണ്. ഇത് ഞാൻ യൂസ് ചെയ്യാറില്ല, പക്ഷെ ഇപ്പോൾ ആകെ ഇരുന്നിരുന്ന് എന്തൊക്കെ ആയി. ലൈറ്റ് കത്തും ഇതിൽ, മറ്റേ പറയണത് ഷസാ പറയും ഇതിൽ ലൈറ്റ് കത്തും. അയ്യോ ഇതിൽ ചാർജില്ല. ആ ഉണ്ട് ഉണ്ട്, രണ്ടിലും ലൈറ്റ് കത്തും. അപ്പോൾ എന്താ പറയുക, ഒരു കോമഡി കളിച്ചാൽ എനിക്ക് ഇതിൽ ലൈറ്റ് കത്തും, ഇതിലും ലൈറ്റ് കത്തും, ഹെഡ്സെറ്റിൽ ലൈറ്റ് കത്തും, ഫോണിൽ ലൈറ്റ് കത്തും. അപ്പോൾ അങ്ങനെ ഇത് അത് അത്യാവശ്യം വിലയുള്ള സാധനമാണ്, നല്ല അടിപൊളി സാധനം. ഇതിൽ എന്തൊക്കെ കുറേ മോഡലുണ്ട്, ഗെയിം മോഡ്, അങ്ങനെ എന്തൊക്കെ കുറേ സംഭവങ്ങളൊക്കെ ഉള്ള എന്ത് സാധനം അടിപൊളി പെട്ടിയത്. ഇതിൻ്റെ പെട്ടി ഭയങ്കര ഇഷ്ടമായിക്കണ്ട. ഇതിങ്ങനെ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അടയും. ഒരു ഇതിൽ മറ്റേ മാഗ്നറ്റ് ഉണ്ട്, മാഗ്നറ്റിൽ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ അടയുന്നുണ്ട്. ഗാറ്റ് പ്രോ, ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഇതിൻ്റെ പ്രൈസേ ഇതിലില്ല, ഇതിൻ്റെ പ്രൈസ് എഴുതിയിട്ടില്ല. ഇതിൽ കുറേ ഞാൻ നെറ്റിലിട്ട് ഒരു പ്രാവശ്യം നോക്കിയപ്പോൾ, നെറ്റിൽ നോക്കട്ടെ എനിക്ക് സാധനം അതിൻ്റെ കൂടെ ഇതിൻ്റെ കവറൊക്കെ കിട്ടുന്നുണ്ട്, പേര് ഇതിൽ കവറ് അവിടെ അതാ ഏപ്രോന്ന് എഴുതി കവർ കണ്ട കവറുണ്ട്. പക്ഷേ കവർ പോരാ, അടപ്പടക്കൽ എൻ്റെ ഈ സാധനമാണ്. ഇതിങ്ങനെ ഉള്ളിലെത്തുന്നുണ്ട്. ഓക്കെ, പിന്നെ ഉള്ളത് പറയുന്നത് ഇത് ഞാൻ യൂസ് ചെയ്യുന്നില്ല, ഒക്കെ അങ്ങനെ ഇവിടെ കിടക്കും. ഇത് നമ്മുടെ ഫയർ ബോൾട്ടിൻ്റെ ഒരു സ്മാർട്ട് വാച്ചാണ്. ഇത് 1-2 കൊല്ലമായി, പിന്നെ യൂസ് ചെയ്യാണ്ട്. അപ്പോൾ ഒക്കെ കുറച്ച് കഴിയുമ്പോൾ മടുക്കുന്നു. അപ്പോൾ പിന്നെ ഇത് ഇവിടെ ഊരിട്ടു. അപ്പോൾ അതങ്ങനെ ചാർജ് ചെയ്യാറില്ല, അതുകൊണ്ട്. പിന്നെ ഇത് നമ്മുടെ ഫയർ ബോൾട്ടിൻ്റെ തന്നെ വാച്ച്, ഇതിൻ്റെ സ്ട്രാപ്പിൻ്റെ ഇവിടുന്ന് പൊട്ടി. ഇത് സാധനം സൂപ്പർ, GPS കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഞാൻ കുറച്ച് യൂസ് ചെയ്തത്, അത് യൂസ് ചെയ്ത് നോക്കുമ്പോൾ ഇതിൻ്റെ ഇവിടെ പൊട്ടി സാധനം പൊട്ടിപ്പം എന്ത് ചെയ്ത് ഇപ്പം വർക്കിങ്ങാണ്. ഇനി വേറെ വാങ്ങി ഇത് മാറ്റണം. ഞാൻ ഓൺലൈനിൽ കുറേ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്, കിട്ടിയിട്ടില്ല സാധനം. കിട്ടിക്കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യണം, അത്യാവശ്യം നല്ല വാച്ചത്. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളും. അപ്പോൾ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബായ്.